സ്വാമി ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുകൂടി ബോധനാഥന്റെ ക്ഷേത്രമുറ്റത്തേക്ക് ഇതാ കടന്നു വരികയാണ്. 4 ചട്ടവും ഭക്തജനങ്ങളുടെ കൈത്തലങ്ങളിൽ ഉയർന്ന് അനേകം ഭക്തജനങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബോധനാഥന്റെ മുന്നിലേക്ക് ഇതാ വീണ്ടും 2ാമത്തെ ദർശനമുഖത്തിനായി കടന്നു വരികയാണ്. ബോധനാഥന്റെ മുന്നിൽ ആ ദർശനം കൊടുക്കുവാൻ വേണ്ടി ആ ക്ഷേത്രമുറ്റത്തേക്ക് അല്പം കൂടി നേരെ വന്ന് അല്പം കൂടി മുമ്പോട്ട് തള്ളി നീക്കി മുമ്പോട്ട് കുറച്ചുകൂടി വന്ന് അല്പം കൂടി മുന്നോട്ട് വന്ന് തിരിയട്ട് 2 മുറി ചട്ടവും ഭഗവാന്റെ മുന്നിലേക്ക് തിരിയട്ട് മുൻവശം തട്ടം ചട്ടി തിരിച്ച് അല്പം കൂടി പിറകുവശവും മുൻവശവും ഒരുപോലെ കൈത്തല പൊക്കി തിരിയട്ട് ഭഗവാന്റെ മുന്നിൽ ഒരേ ലെവലിൽ ആ പിറകുവശ ചട്ടം കൂടി നേരെയാക്കുക. അല്പം കൂടി ഇങ്ങോട്ട് തെക്ക് ഭാഗത്തോട്ട് തള്ളി നീക്ക് അതുപോലെ നേരെയാക്കണം ഭഗവാന്റെ മുന്നിൽ. മതി കുലുക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ പറ്റും. അതുകൊണ്ട് കുലുക്ക്. നല്ല മനോഹരമായ കൈത്തലങ്ങളിൽ കുതിര ഉയർന്നു പോകുന്ന ആ കാഴ്ച ബോധനാഥന് മുന്നിൽ ഒരുക്കിക്കൊണ്ട് ആ നെടുകുതിര ക്ഷേത്രത്തിന്റെ ദർശനം 2ാം ദർശനം കഴിഞ്ഞ് ആ തെക്ക് ഭാഗത്തേക്ക് കുതിര നീങ്ങുകയാണ്. ശ്രീ ഭൂതനാഥന്റെ നെടുകുതിര ബോധനാഥന്റെ മക്കൾ തന്റെ പ്രജകളാകുന്ന ശ്രീ ഭൂതനാഥന്റെ ഈ മക്കളുടെ കൈത്തലങ്ങളിൽ സുരക്ഷിതമായി അതിന്റെ എടുപ്പ് പൂർത്തീകരിച്ച് ആ കുതിരപ്പന്തയിൽ ഇറക്കി വെക്കാൻ കഴിയും എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടി ആ ഒരു തീരുമാനപ്രകാരം തന്നെ ഭൂതനാഥന്റെ ഭക്തജനങ്ങൾ ആ നെടുംകുതിരയെ കൈത്തലങ്ങളിലും ചുമലിലുമേന്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുകൂടി കടന്നു പോവുകയാണ്. ഇതിൻ്റെ അകത്ത് വരും കാണോ കണ്ട ശ്രീ ഭൂതനാഥന്റെ നെടുംകുതിര ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കൈത്തലങ്ങളിൽ ഉയർന്ന് ആ കുതിര മുന്നോട്ട് ആനയിക്കപ്പെടുകയാണ്.